കാരണം ഇത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ്. പാർട്ടി സഖാക്കളിൽ നിന്ന് മാത്രം പിരിച്ച പണമല്ല. ഇപ്പോൾ പയ്യന്നൂരിൽ രക്തസാക്ഷികളെ സംബന്ധിച്ചുള്ള ഫണ്ട് പിരിവിനെ സംബന്ധിച്ചാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സമാന ആരോപണം തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്തും ഇതുപോലെ രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ചത് അവർ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരിക്കുന്നു. ധാരാളം പരാതികൾ ഇനിയും പുറത്തു വരും. എം വി ഗോവിന്ദൻ ഇതിനെപ്പറ്റിയൊന്നും ഒരു അക്ഷരം മറുപടി പറയാൻ മനസ്സില്ലെന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ ജനങ്ങൾ എം വി ഗോവിന്ദനെ കൊണ്ട് മറുപടി പറയിച്ചിരിക്കും. കാരണം ഇത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ്. പാർട്ടി സഖാക്കളിൽ നിന്ന് മാത്രം പിരിച്ച പണമല്ല. പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണമാണെങ്കിൽ അതിന് മറുപടി പറയാനുള്ള ബാധ്യത CPM-നുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്. ജനങ്ങൾ അതിന് മറുപടി പറയും, ഒരു സംശയവും വേണ്ട. ഇപ്പൊ രക്തസാക്ഷികളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പാർട്ടി ജനങ്ങളിൽ നിന്നല്ലേ പണം പിരിച്ചത്, അല്ലാണ്ട് പാർട്ടിക്കാരിൽ നിന്ന് മാത്രമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാനും ജനങ്ങളുടെ മുമ്പിൽ അത് വിശദീകരിക്കാനുള്ള ബാധ്യത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കില്ലേ? എത്ര ധാർഷ്ട്യത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്, അത് മനസ്സിലായെന്ന്. അങ്ങനെ ഒരു പൊതുപ്രവർത്തകന്, ഒരു രാഷ്ട്രീയ നേതാവിന്, പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയെ പോലെയുള്ള ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയാണോ? അപ്പൊ ഏതാണ്ട് 300 കോടി രൂപയോടെ അവർ പിരിച്ചു കാണുമല്ലോ. ഇങ്ങനെ ഓരോ രക്തസാക്ഷി കുടുംബത്തിനും ശരാശരി 1 കോടി രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 300 കോടി രൂപയിലധികം CPM രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കേരളത്തിലൊട്ടാകെ പിരിച്ചിട്ടുണ്ടാകും. അതിന്റെയൊക്കെ കണക്കിന് ഇപ്പൊ തിരുവനന്തപുരത്ത് മരിച്ച ബന്ധു ഇന്നലെ കോൺഗ്രസിൽ ചേർന്നു, അയാൾ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു ക്രൂരതയുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു ക്രൂരതയുണ്ടോ? പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ രക്തസാക്ഷികളുടെ ആത്മാവരോട് പൊറുക്കുമോ? ഇതുവരെ എന്തുകൊണ്ടാണ് പയ്യന്നൂരിന് സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ വിശദീകരിച്ച കാര്യങ്ങൾക്ക് മറുപടി അവർ പറയാത്തത്? എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത്? അപ്പോൾ ഭരണത്തിന്റെ തണലിൽ വൻതോതിലുള്ള സാമ്പത്തിക സമാഹരണം നടത്തിയിട്ട് അത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി എന്നുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കുഞ്ഞികൃഷ്ണൻ പുറത്തു പറയുമ്പോൾ അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത CPM സംസ്ഥാന സെക്രട്ടറിക്കില്ലേ, പാർട്ടിക്കില്ലേ? അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള വസ്തുത CPM മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതുപോലെ ധാരാളം രക്തസാക്ഷി ഫണ്ടുകൾ, മുഖ്യ കേസുകൾ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാകാം ഗോവിന്ദൻ മാസ്റ്റർ ഈ കാര്യത്തെപ്പറ്റി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നു.